ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കാർത്തിക എഴുതിയിരിക്കുന്നതിന് മേലാണ് ഞാൻ വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് കാർത്തിക, 44 വയസ്സുണ്ട്, 2 കുട്ടികളുണ്ട്. കുട്ടികൾ സ്കൂളിൽ പഠിക്കുകയാണ്. ഭർത്താവ് ഒരു ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം പണ്ട് തൊട്ടേ എന്നെ കല്യാണം കഴിച്ച സമയം മുതലേ അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വണ്ടി ഓടിച്ചു പോവുകയാണ്. മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ കാണില്ല. ഭർത്താവിനെ വല്ലപ്പോഴും വന്ന് കണി കാണാൻ കിട്ടും, അത്രയേ ഉള്ളൂ. പക്ഷേ സാമ്പത്തികമായിട്ട് അന്നേ മെച്ചപ്പെട്ട നിലയിലാണ്. അതുകൊണ്ട് ഒന്നും പറയാനും പറ്റില്ല. അദ്ദേഹത്തിന് അധികം വിദ്യാഭ്യാസമൊന്നുമില്ല. എന്നോട് നല്ല സ്നേഹമാണ്. വരുന്ന സമയത്തൊക്കെ എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കും. അപ്പോൾ പിന്നെ ആ ജോലി വിട്ടിട്ട് എല്ലാ ദിവസവും വീട്ടിലിരിക്കാൻ പറയാൻ പറ്റുമോ? വലിയ വിദ്യാഭ്യാസമില്ലാത്ത ആളല്ലേ. ഇവിടെ വണ്ടി ഓടിക്കഴിഞ്ഞാൽ എത്ര കിട്ടാനാണ്? ഭർത്താവിൻ്റെ അമ്മയും ഞാനും കുട്ടികളും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഞാൻ ലാവിഷായി തന്നെയാണ് ജീവിച്ചത്. എനിക്ക് പ്രത്യേകിച്ച് ഒരു കുറവുകളുമില്ലായിരുന്നു. 10 വർഷത്തിന് മുമ്പ് എൻ്റെ വീടിനടുത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ പഠിച്ചതല്ല, എന്നേക്കാൾ 3 വയസ്സിന് മൂത്താണ്. എങ്കിലും പണ്ടോട്ട് സ്കൂളിലൊക്കെ ഒന്നിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അയൽക്കാരല്ലേ, നല്ല സുഹൃത്തായിരുന്നു. അവളെ കെട്ടിച്ചത് ട്രിവാൻഡ്രത്താണ്. അവൾക്ക് ഒരു മകൾ മാത്രമേ ഉള്ളൂ. നേരത്തെ കല്യാണം കഴിച്ചതാണ്. 10 വർഷത്തിന് മുമ്പ് അവൾ എൻ്റെ ഭർത്താവിൻ്റെ വീടിൻ്റെ അടുത്ത്, ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിന് ഏകദേശം അടുത്ത് വന്ന് പുതിയ സ്ഥലമൊക്കെ വാങ്ങി വീട് വെച്ച് താമസം ആരംഭിച്ചു. അപ്പോൾ ഞങ്ങൾ പിന്നെയും പഴയതുപോലെ നല്ല ഫ്രണ്ട്സായി. എൻ്റെ വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ അവൾ എപ്പോഴും കൂട്ടുണ്ട്. നല്ല തൻ്റെടിയാണ്. അവിടെ കൂടെ പോയാൽ നമുക്ക് പ്രത്യേകിച്ച് ആൺതുണിയൊന്നും വേണ്ട. ആണുങ്ങളെക്കാൾ കരുത്തും സാമർഥ്യവുമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണെന്ന് ചോദിക്കും. അവളെ നാട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഞെട്ടും. അത്രയ്ക്കും തൻ്റെടിയാണ്. എന്ന് വെച്ചിട്ട് കണ്ടാൽ അങ്ങനെ വലിയ വില്ലത്തിയായിട്ട് തോന്നുകയില്ല. ശാലീന സുന്ദരിയാണ്. അവളെക്കാൾ സൗന്ദര്യം എനിക്കുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഞാൻ പറയും, എടി നിന്നേക്കാൾ ചെറുപ്പവും സൗന്ദര്യം എനിക്കുണ്ടെന്ന്. അപ്പോൾ അവളിനോട് പറയും, എന്തായാലും നീ എന്നേക്കാൾ ഇളയതല്ലേ, അതുകൊണ്ട് വേണമെങ്കിൽ നിനക്ക് അങ്ങനെ പറയാം. പക്ഷേ ആണുങ്ങൾ ഇപ്പോഴും എന്നെ കൊതിയോടുകൂടി നോക്കും എന്നൊക്കെ പറഞ്ഞ് അവൾ ഇടയ്ക്കൊന്ന് ഇളകാറുണ്ട്. ഒരു കുട്ടി മാത്രമേ ഉള്ളൂ അവൾക്ക്, പെൺകുട്ടിയാണ്. ആ കൊച്ചിനെ കണ്ടു കഴിഞ്ഞാൽ നല്ല സുന്ദരി ഒരു കുട്ടിയാണ്. ഒത്തിരി പ്രേമങ്ങളൊക്കെ അവൾക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഉണ്ടായിരുന്നു. അവളൊന്നിനും പോയിട്ടൊന്നുമല്ല, ഇങ്ങോട്ട് വരും. പിന്നെ പഠിക്കാനൊക്കെ ഇത്തിരി പുറകോട്ടാണ്, പഞ്ചപാവം. അന്ന് മുതലേ അവൾ എന്നോട് പറയും, ഇത്രയും സൗന്ദര്യമുള്ള പെണ്ണിനെ നേരത്തെ കെട്ടിച്ചു വിടണം, അല്ലെങ്കിൽ വലിയ പാടാണ്, ഇവളെന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമെന്നും. ഞാൻ പറയും, ചുമ്മാ പേടിക്കാതെ, പഠിക്കത്തുമില്ല. പെണ്ണാണെങ്കിൽ ആണുങ്ങളെ കാണുമ്പോഴേക്കും ചിരിച്ചു കാണിക്കും. ഇവൾ ഏത് വഴിക്ക് പോകുന്ന ആർക്കറിയാം എന്നൊക്കെ പറയും. എന്തായാലും അങ്ങനെ ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും അവളുടെ കല്യാണം അവർ ഉറപ്പിച്ചു. ഇപ്പോഴത്തെ മറ്റുള്ള പെൺകുട്ടികളെ പോലെ പഠിക്കണമെന്നും ജോലി തേടണമെന്നൊന്നും ആ കൊച്ചിനില്ല. അവൾ ഒരു സുന്ദര വിഡ്ഢിയാണ്. എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കണം, ഇത് മാത്രമാണ് അവളുടെ ആഗ്രഹം. എന്ന് വെച്ചിട്ട് പഠിക്കാൻ മാത്രമേ ഉള്ളൂ മണ്ടി. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത്തിരി അധികം പറ്റല്ലേ എന്ന് ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴേ എനിക്ക് തോന്നി തുടങ്ങി. സ്വന്തം സൗന്ദര്യത്തിൻ്റെ കരുത്ത് മനസ്സിലായി കഴിഞ്ഞാലേ പിന്നെ പെണ്ണുങ്ങളെ പിടിച്ചാൽ കിട്ടില്ല. അവൾ പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ടാണ് നേരത്തെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂട്ടുനിന്നത്. ശ്രീജിയുടെ ഭർത്താവിലെ പാവമാണ്. ഈ കൊച്ചിൻ്റെ അച്ഛൻ അവളുടെ അമ്മ പറയുന്ന പോലെ മാത്രമേ കേൾക്കുകയുള്ളൂ. അതുകൊണ്ട് ഡിഗ്രി കഴിഞ്ഞ് കല്യാണം എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും അയാൾക്കും ഓക്കെ. അയാളും ഈ പറഞ്ഞതുപോലെ എൻ്റെ ഭർത്താവിനെ പോലൊരു ജോലിയാണ്, ഡ്രൈവറൊന്നുമല്ല. എങ്കിലും ഇവിടെ കാണില്ല, വല്ലപ്പോഴും മാത്രമേ വീട്ടിൽ വരികയുള്ളൂ. എന്നെപ്പോലെ എല്ലാ കാര്യങ്ങളും തന്നെയാണ് ശ്രീജിയെ മാനേജ് ചെയ്യുന്നത്. ഒരേ തൂരപക്ഷികളായതുകൊണ്ട് അവളുടെ കുടുംബ വിഷയത്തിൽ ഞാനും എൻ്റെ കുടുംബ വിഷയത്തിൽ അവളും കുറച്ചൊക്കെ ഇടപെട്ടിരുന്നു. അങ്ങനെ അവളുടെ മോളുടെ കല്യാണം പറഞ്ഞപ്പോൾ ഞാനും കൂട്ടുനിന്ന് കല്യാണം പെട്ടെന്ന് നടന്നു. ചെക്കൻ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. ആദ്യം കൊച്ചിനെ പെണ്ണ് കാണാൻ വന്നപ്പോൾ മുതലേ ഞാൻ കൂടെയുണ്ട്. ഈ ചെക്കനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. വന്ന ചെക്കന്മാരെല്ലാം നല്ല സുന്ദരന്മാരാണ്. പക്ഷേ എന്നാലും ഈ ചെക്കന് നല്ലൊരു പ്രത്യേകതയുണ്ട്. ആണത്തം ഇത്തിരി കൂടുതലാണ്. ഞാൻ അടിമുടിയൊന്ന് അളന്നു. അല്ലെങ്കിൽ സ്ത്രീകൾ പമ്മിയിരുന്നാലും അളക്കുമല്ലോ ആണുങ്ങളെ. സ്ത്രീകളുടെ ഊഹം, അതും നല്ല മിടുക്കുള്ള സ്ത്രീകളുടെ ഊഹം ഒരിക്കലും തെറ്റില്ല. ഞാൻ അവളോട് പറഞ്ഞു, ഈ ചെക്കൻ കൊള്ളാമടി, നിൻ്റെ മോൾക്കും അവൻ നല്ലൊരു കൂട്ടായിരിക്കും. നിൻ്റെ മോളും ഈ ഇടയ്ക്ക് ഇത്തിരി ഇളക്കക്കാരിയായിട്ടുണ്ട്. അതിന് പറ്റിയൊരു ചെക്കൻ വേണം. ഇവനാണ് ബെസ്റ്റ്. കാര്യം ഇവനിൽ ആണത്ത് മുളിഞ്ഞു കിടപ്പുണ്ട്. ഞാൻ നോക്കി കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു,
ഞാനും നോക്കിയിടി. പക്ഷേ എങ്ങനെയാ പറഞ്ഞത്? മരുമോനാകാൻ പോകുന്ന ചെക്കനല്ലേ. അപ്പം ഞാൻ നിന്നോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നോർത്ത് ഞാൻ പറയാതിരിക്കുകയാണ്. അതിനെന്താടി, മോൻ്റെ ഭർത്താവാകാൻ പോകുന്ന ചെക്കനെ അമ്മായിമ്മ അടിമുടിയൊന്നും നോക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ അവൾ പറഞ്ഞു, അതാടി, എൻ്റെ ഭർത്താവ് വന്നപ്പോൾ മുഖത്തേക്ക് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. അന്ന് എക്സ്റേ കണ്ണുവെച്ച് നോക്കുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. എന്തിനാണ് നീ രഘുവേട്ടനെ എപ്പോഴും കുറ്റം പറഞ്ഞത്? ഒരു പാവം മനുഷ്യനല്ലേ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, പാവം എല്ലാറ്റിനെയും പാവമായി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് മാനേജ് ചെയ്യാൻ ഇത്തിരി പാടാന്ന് നിനക്കറിയില്ലേ? നിൻ്റെ ഭർത്താവ് കുഴപ്പമില്ല, ഇടയ്ക്കും പിഴയ്ക്കും വരികയാണെങ്കിലും അങ്ങേർക്കില്ലേ നല്ല മൈലേജ് ഉണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ പൊട്ടിച്ചിരിച്ചു. എന്താടി ചിരിക്കുന്നത്? എൻ്റെ അനുഭവം എൻ്റെ മോൾക്കുണ്ടാകാതിരിക്കാൻ ഞാനത് നോക്കി. അത് ഞാൻ നിന്നോട് പറഞ്ഞു. നിനക്കും അതേ അഭിപ്രായമല്ലേ? ഞാൻ പറഞ്ഞു തമാശയ്ക്ക് പറഞ്ഞല്ലേ. എനിക്കും അതേ അഭിപ്രായം തന്നെ. ഈ ചെക്കനാണ് ഉൾക്കാമ്പ് വെച്ച് നോക്കുമ്പോൾ കൊള്ളാവുന്നത് എന്ന് ഞാനും പറഞ്ഞു. ഉൾക്കാമ്പോ? എടീ, നീ അപ്പം എന്നേക്കാൾ കൂടുതൽ നിരീക്ഷിച്ചു എന്ന് പറഞ്ഞ് അവൾ എനിക്കിട്ടൊരു കുത്തും തന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി രസിച്ചു. എന്നാലും പെണ്ണും ചെക്കനും നല്ല ജോഡിയല്ലേ. അങ്ങനെയാണ് ആ കല്യാണം നടന്നത്. എന്നെ അവൾ പരിചയപ്പെടുത്തി. ഇത് കാർത്തിക, എൻ്റെ സുഹൃത്താണ്. പിന്നെ പെണ്ണിൻ്റെ കുഞ്ഞമ്മയായിട്ട് നീ അങ്ങ് കരുതിക്കോണം, അല്ലെങ്കിൽ രണ്ടാമത്തെ അമ്മായിമ്മയായിട്ട് അങ്ങ് കരുതുക എന്ന് പറഞ്ഞു. എന്തായാലും ചെക്കനും പെണ്ണും ആ വീട്ടിൽ കയറിയപ്പോൾ തൊട്ടേ എൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. ഞാനാണെങ്കിൽ പല കാര്യങ്ങൾക്കും അവർക്ക് ഉപദേശം കൊടുക്കാറുണ്ട്. അവരെന്നെ വിളിക്കാറുണ്ട്. പലതിനും അവർ എൻ്റെ കൂടെയും വരാറുണ്ട്. എൻ്റെ മോളെപ്പോലെയുള്ളൂ അവർ. പിന്നെ ചെക്കനും അങ്ങനെ തന്നെ. ഇതൊക്കെയാണെങ്കിൽ ചെറുക്കന് അമിത വിനയവും കസ്റ്റമർ കെയർ പോലുള്ള സംസാരമൊക്കെയാണ്. അതിത്തിരി കൃത്രിമത്വമല്ലേ എന്നെനിക്ക് തോന്നി. എന്നാലും ഒന്നും പറയാൻ പറ്റില്ല. അത്രയ്ക്കും സ്വീറ്റായിട്ട് പെരുമാറും. പെണ്ണും ചെക്കനും തമ്മിൽ ആദ്യത്തെ 3-4 മാസം നല്ല ജോളിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പെണ്ണ് ഫോണിൽ വിളിച്ച് കരഞ്ഞെന്ന് അവളെന്നെ വിളിച്ചു. എടി, എന്താണെന്ന് പറയുന്നില്ല. ഇനി അവിടെ അമ്മായിമ്മ വല്ലതും പറഞ്ഞതായിരിക്കുമോ? എന്താ മോളെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പെണ്ണ് വെറുതെ ഫോണിൽ കൂടെ കിടന്ന് കരയുകയാണ്. എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എടി, എങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ന്യൂട്രൽ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. മരുമകനെ വിളിച്ചു ചോദിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട. ഇനി അവനും അവളും കൂടെ വഴക്കുണ്ടാക്കുകയാണെങ്കിലോ? ഈ പെണ്ണിൻ്റേത് ഒരു ബാലിശമായ സ്വഭാവമാണ്. നമുക്ക് പോയി ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടേക്ക് ഒരുങ്ങി കെട്ടിയൊന്ന് പോയി. ഞങ്ങൾ ചെന്നപ്പോൾ അവളുടെ അമ്മായിമ്മ മുറ്റത്ത് നിൽപ്പുണ്ട്. അവളൊരു പാവ സ്ത്രീയാണ്. അവളുടെ വസ്ത്രങ്ങളൊക്കെ അഴയിൽ വിരിക്കുന്നു. ഞങ്ങൾ അവളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് തലവേദനയാ ഇന്നലെ തൊട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൾ കട്ടിൽ കിടക്കുകയാണ്. എന്താടി, എന്താ പറ്റിയത്? ഫോണിൽ കൂടെ കരഞ്ഞു കേൾപ്പിക്കാതെ നിനക്ക് എന്താ കാര്യം പറഞ്ഞുകൂടെ? ഞങ്ങൾ അകബന്ധം ഓടി വരികയാണെന്ന് എൻ്റെ കൂട്ടുകാരി പറഞ്ഞു. അവൾ ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ കുഞ്ഞെ, പറ, കാര്യം പറഞ്ഞപ്പോഴേക്കും അവൾ പിന്നെയും കരയുകയാണ്. എന്താ, അവൻ നിന്നെ അടിക്കുക വല്ലതും ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ ഒന്നും മിണ്ടുന്നില്ല. ഇല്ലാന്നിങ്ങനെ കാണിച്ചു. പക്ഷേ എനിക്ക് തോന്നി അവൾക്ക് എന്തോ പറയാനുണ്ട്. പക്ഷെ സ്വന്തം അമ്മയോട് പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ പറഞ്ഞു, നീ ആണെങ്കിൽ ഇന്ന് പുറത്തിറങ്ങിയിരിക്കെ, ഞാൻ അവളോട് ഒന്ന് ചോദിക്കട്ടെ എന്ന്. അവളുടെ അമ്മ പുറത്തേക്ക് മാറി നിന്നു. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചില പ്രശ്നങ്ങളുണ്ട്, പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞു. എന്താണെങ്കിലും നീ അങ്ങ് പറ, അവൻ എന്താ പ്രശ്നം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിന്നെ സ്നേഹിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, കുഴപ്പം ഇത്തിരി കൂടുതലാണെന്ന്. ഞാൻ ചോദിച്ചു, എന്താ മോളേന്ന്? കഴിഞ്ഞ 2-3 മാസം ഒരു പ്രശ്നമില്ലായിരുന്നു അമ്മേ. ആദ്യത്തെ ദിവസം മുതൽ എന്നോട് നല്ല സ്നേഹത്തിലാണ് പെരുമാറിയത്. ഒരു പുരുഷൻ എങ്ങനെയാണോ സ്നേഹിക്കേണ്ടത് അതിലും ഉപരിയായി എന്നെ ഇഷ്ടമാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും എനിക്കും നല്ല സന്തോഷം തന്നെയായിരുന്നു. പക്ഷേ പോകെ ഊർജം കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് എന്നെ നിർബന്ധിക്കുകയായിരുന്നു. എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവളൊന്നും മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞു, സാരമില്ല, ആദ്യം അങ്ങനെയാണ്. ആണുങ്ങൾക്ക് ഭയങ്കര ആവേശമാണ്. അവർ എല്ലാം പകർന്നു തരുമ്പോൾ നമുക്ക് ഒരു പ്രശ്നമില്ല, നമ്മളതെല്ലാം അങ്ങ് ഏറ്റുവാങ്ങും. പക്ഷേ അവരൊരു കാര്യം മുൻകൈ എടുത്ത് നമ്മളോട് പറയുകയാണ്, നീ ഇങ്ങനെ പ്രവർത്തിക്കണമെന്ന്. അപ്പോൾ പെണ്ണുങ്ങൾക്കെല്ലാം ഹാലിളകും. പറ്റില്ല അതും ഇതുമൊക്കെ പറയും. പക്ഷെ പണ്ടുള്ള പെണ്ണുങ്ങൾക്കായിരുന്നു അങ്ങനെ എല്ലാ കാര്യത്തോടും ഇത്തിരി ഒരു ചീച്ചി. ഇപ്പോഴുള്ള പെൺകുട്ടികൾക്ക് അങ്ങനെ ഇല്ല. അവരിതൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളതാണ്. മോൾക്ക് എന്താ തലയാട്ടത്തിന് ഇത്തിരി പ്രശ്നം? തലയാട്ടുമ്പോഴേക്കും മോള് പതുക്കെ തുടങ്ങിയാൽ മതി. പിന്നെ മോൾക്ക് അതങ്ങ് ശീലമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവളിൻ്റെ തോളിൽ കൈയമർത്തിക്കൊണ്ട് പറഞ്ഞു, അമ്മ, അതല്ല പ്രശ്നം, വേറെയാണ് പ്രശ്നം. എന്താടി പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ
കമിഴ്ന്ന് കിടന്നിട്ട് പറഞ്ഞു, 2 ദിവസമായിട്ട് ഞാൻ ശരിക്കും വെള്ളമാണ് കൂടുതൽ കഴിക്കുന്നത്. എനിക്ക് വിശക്കുന്നുണ്ട്, പക്ഷേ ആഹാരം കഴിക്കാൻ എനിക്ക് പേടിയാണ്. അതെന്താ മോളെ, വലിയ ഛർദിലുണ്ടോ? നിനക്ക് വിശേഷം വല്ലതുകൊണ്ടോ? അതാണോടി നീ കരയുന്നത് എന്ന് ചോദിച്ചു. അയ്യോ അമ്മ, അതൊന്നുമല്ല. ഈ പെണ്ണെന്ത് പറ്റി? നിനക്കെന്താ വട്ട് വല്ലതുമാണോ? പിച്ചി പേയും പറഞ്ഞത് എന്ന് പറഞ്ഞ് ഞാൻ വഴക്ക് പറഞ്ഞു. അമ്മ, അതൊന്നുമല്ല എന്ന് പറഞ്ഞ് അവൾ ഒരു സ്ഥാനം തൊട്ട് കാണിച്ചു. ഞാനത് കണ്ട് ഞെട്ടിപ്പോയി. എന്താടി, ഉള്ളതാണോ പറഞ്ഞു ചോദിച്ചപ്പോഴേക്കും അതെ, ഞാൻ പറഞ്ഞതാണ്, വേണ്ട, എനിക്ക് പേടിയാണ്, പറ്റില്ല എന്നൊക്കെ 100 വട്ടം പറഞ്ഞു. ഒരാഴ്ചയായിട്ടും ഇത്തിരി വല്ലാത്ത കടന്നുകയറ്റമായിരുന്നു. മിനിഞ്ഞാന്നില്ലേ, അയാൾ എനിക്ക് പറ്റില്ലെങ്കിൽ കൂടിയും അതിക്രമിച്ച് കടക്കുകയായിരുന്നു. അതോടുകൂടി എല്ലാം തകർന്നടിഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. വല്ലാത്ത പ്രശ്നമാണ് ഇത്. ഡോക്ടറെ കൊണ്ട് കാണിക്കണോ? എങ്ങനെ ശരിയാക്കും? എല്ലാം താറുമാറായി കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതൊന്നും ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ട് ഇന്നലെയാണെങ്കിലും അങ്ങനെ പെരുമാറി റെസ്റ്റിനുള്ള ഒരവസരം പോലും തരുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ പിന്നാമ്പുറ കഥകൾ ഞാൻ എങ്ങനെയാണ് അമ്മോട് പറയുക? എന്നാലോ എനിക്കിരിക്കാനും നിൽക്കാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഈ ചെക്കൻ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? അമ്മ, ഡോക്ടറൊക്കെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമല്ലേ? വല്ല ഓയിൽമെൻറ്റും ഉണ്ടോ? എനിക്ക് വാങ്ങിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എടി, നിൻ്റെ ഭർത്താവിനോട് നിനക്ക് ഇന്നലെയെങ്കിലും അടങ്ങിയിരിക്കാൻ പറഞ്ഞുകൂടായിരുന്നോ? അവൻ ആദ്യമായിട്ടാണെങ്കിൽ അവൻ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സ്വരുക്കൂട്ടലുകളൊക്കെ നടത്തിയ ശേഷമല്ലേ പറ്റൂ. അതൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറി. ഞാൻ പറഞ്ഞു, ഷോ, ഇങ്ങനെയുമുണ്ടോ ആണുങ്ങൾ? അവൻ്റെ സംസാരം കേൾക്കുമ്പോൾ എന്ത് പാവമാണെന്ന് തോന്നും. എന്തൊരു വിനയമാണ്, എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരു ചെക്കൻ. അപ്പോൾ അവൾ പറഞ്ഞു, വിനയം, കയ്യിലിരിപ്പ് ഇതാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ മോളെ, ഞങ്ങൾക്കൊന്നും ഈ കടമ്പ കടക്കേണ്ടി വന്നിട്ടില്ല. കാര്യം എൻ്റെ ഭർത്താവൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നൊരു വ്യക്തിയല്ല. എന്തായാലും ന്യൂ ജനറേഷൻ്റെ ഓരോരോ പ്രശ്നങ്ങൾ. അപ്പോൾ അവൾ പറഞ്ഞു, ന്യൂ ജനറേഷനൊന്നുമല്ല, പണ്ട് തൊട്ടേ ഉള്ളതാണ്. എന്നാലും ഇത് ഇത്രയും വേഗത്തിലാകുമെന്ന് ഞാൻ വിചാരിച്ചതല്ല എന്ന് പറഞ്ഞു. ആഹാ, അപ്പം നീ വിചാരിച്ചിരുന്നോ എന്ന് ചോദിച്ചു. അല്ല, ഇതൊക്കെ ഈ ഒരു ഐറ്റംസിലുള്ളതല്ലേ എന്നവൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് അങ്ങനെ തന്നെ വേണം. ഇതിലൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കും. നിനക്ക് ഈ ഐറ്റം ഇത്തിരി നേരത്തെ കിട്ടുകയാണെന്ന് പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യേ, ഐറ്റം അരങ്ങേറിയപ്പോൾ പരിക്ക് പറ്റി എന്നങ്ങ് വിചാരിച്ചാൽ മതിയെന്ന്. അമ്മ, എനിക്കാണെങ്കിൽ ശരിക്കും ഒരു മരുന്നോ വല്ലതും വേണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ കാണാതെ എങ്ങനെ മരുന്ന്? എന്തു മരുന്ന് ഇതിന്? എനിക്ക് ഒരു ഐഡിയ ഇല്ലെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ നിൻ്റെ അമ്മയോട് പറയാം മോളെ, കാര്യങ്ങൾ റെഡിയാക്കാം എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, അത് മതി, നിൻ്റെ ഭർത്താവിനെ വിളിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അയ്യോയോ പറയല്ലേ, വിളിക്കരുതേ, ഇത് നിങ്ങൾ അറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മതി. നിങ്ങളുടെ മുന്നിൽ ആ ഇമേജ് അല്ലല്ലോ. ഇമേജ്, അവൻ്റെ ഇമേജിന് ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ പുറത്തിറങ്ങി അവളുടെ അമ്മയോട് പറഞ്ഞു. ശ്രീജ അത് കേട്ട് ഞെട്ടിത്തിരിച്ചു. എൻ്റെ ദൈവമേ, ഈ ചെക്കനൊക്കെ എന്തിൻ്റെ കുഴപ്പമാണ്? വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞാൽ ഉടനെ എടുത്തു ചാടുന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇതിപ്പം എന്ത് സ്വഭാവമടി? ഇതിനെന്ത് മരുന്ന് നമ്മൾ കൊടുക്കും? ഏത് ഡോക്ടറെ കാണും? ഏത് ഡോക്ടറോട് പോയി നമുക്ക് പറയാൻ പറ്റും എന്ന് ചോദിച്ചു. ഇതിത്തിരി കടന്ന കൈയായിപ്പോയി എന്നവൾ പറഞ്ഞു. അവൾക്ക് ആത്മരോഷം സഹിക്കാൻ പറ്റുന്നില്ല. മോളെ കാണാൻ അവൾ കയറിയില്ല. ഞാൻ പോയി പറഞ്ഞു, മോളെ, ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് പുറത്തിറങ്ങി അവളുടെ അമ്മായിമ്മയോടും പറഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ ഇങ്ങോട്ട് വന്നു. തലവേദനയ്ക്ക് മരുന്ന് മേടിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ വന്നത്. പക്ഷേ മരുന്ന് എന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അവളെന്നോട് പറഞ്ഞു, എന്തായാലും നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ പോയി സവിതയെ വിളിച്ചൊരു കാര്യം പറയാടി. അവളോട് അവരിത് പറയാമല്ലോ, നമ്മുടെ ഫ്രണ്ടല്ലേ, അവളവിടെ നിൽക്കുകയല്ലേ, അവൾ എന്തെങ്കിലും തരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി തിരിച്ചു വന്ന് സവിതയുടെ കടയിലേക്ക് പോകാൻ തുടങ്ങി. ആ സമയത്ത് എൻ്റെ കൂട്ടുകാരെ പറഞ്ഞു, എന്നാലും ഇവനെ വിളിച്ച് രണ്ടെണ്ണം പറയാതെ എനിക്കിരിക്കപ്പുറത്തില്ല. ഞാൻ പറഞ്ഞു, വേണ്ട, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കാര്യമാണ്, നീ ഇടപെടേണ്ട കാര്യമില്ല. നമ്മളോട് അവൾ പറഞ്ഞെന്നറിഞ്ഞാൽ തന്നെ അവൻ പിണങ്ങും. പിണങ്ങിയാൽ എനിക്ക് പ്രശ്നമില്ല, എൻ്റെ മോളുടെ കാര്യമാണെന്ന് പറഞ്ഞിട്ട് അവൾ ഇറങ്ങി നടന്നു കഴിഞ്ഞപ്പോഴേക്കും വിജനമായൊരു സ്ഥലം വന്നു കഴിഞ്ഞപ്പോഴേക്കും അവനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് മാറി നിൽക്കടാ, നിനക്ക് എന്തിൻ്റെ കേടാ? നീ ആരാ? അഴിച്ചുവിട്ട അമ്പലക്കാളയോ? ഇങ്ങനെയാണോടാ വിവരവും വിദ്യാഭ്യാസമുള്ളവർ പെരുമാറുന്നത്? ഇതിനൊക്കെ തരവും ഒക്കെ നോക്കണ്ടേ? ഇതിനൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോഴത്തെ കാലത്ത് നെറ്റിലൊക്കെ തിരഞ്ഞാൽ തന്നെ കിട്ടുമല്ലോ. എല്ലാം സേഫായിട്ട് വേണ്ടേ? ഇങ്ങനെയാണോ കാണിച്ചു വെക്കേണ്ടത്? നിന്റെ സംസാരം ശരിയായി കണ്ടു കഴിഞ്ഞാൽ അയ്യോ പാവമാണല്ലോ. ഇതെല്ലാം നീ കസ്റ്റമർ കെയർ പോലെ പെരുമാറുന്നതല്ലേടാ. നിന്നെ എനിക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് വരുന്നുണ്ട്, ഓഫീസിൽ വന്ന് എല്ലാവരോടും പറയാം നീ ഇങ്ങനെയാണെന്ന് എന്നൊക്കെ പറഞ്ഞ് അവൾ ഭീഷണിപ്പെടുത്തി. അപ്പോഴേക്കും അവൻ, അമ്മ പ്ലീസ്, അറിയാതെ പറ്റിപ്പോയതാണ്, എനിക്ക്
ഇങ്ങനെയൊക്കെയുള്ള വിചിത്ര മോഹങ്ങളുണ്ടായിരുന്നു, അത് അറിയാതെ വന്നു പോയതാ എന്നൊക്കെ പറഞ്ഞു. വിചിത്ര മോഹങ്ങൾ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ, നിന്റെ വിചിത്രത എന്ന് പറഞ്ഞ് അവൾ എന്തൊക്കെയോ വായി തോന്നുന്നത് പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് ഫോൺ പിടിച്ച് വാങ്ങിച്ചിട്ട് പറഞ്ഞു, മോനെ എന്നാലും കടന്ന കയ്യായി പോയി, ഇനി ശ്രദ്ധിക്കണം, അവൾക്ക് റെസ്റ്റ് കൊടുക്കണം, ഇനി ആലോചിച്ചിട്ട് മാത്രമേ പറ്റുകയുള്ളൂ. അല്ലടാ, ഇതിനൊക്കെ മുൻകൈ എടുക്കുന്നത് നിനക്കറിയില്ലേ, അതിനുള്ള പ്രതിവിധി ഒരു മരുന്ന് പോലും നിനക്ക് വാങ്ങിക്കാനുള്ള കഴിവില്ലേടാ എന്ന് ഞാൻ ചോദിച്ചു. അമ്മ അത് പിന്നെ ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല, അവളും ആദ്യമൊക്കെ ഓക്കെ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ചുമ്മാതല്ല, അവൾക്കും കാണും ആവേശം, ഇവനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലയോ, ചുമ്മാതല്ല അനങ്ങാതെ അവിടെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് സാരോപദേശങ്ങൾ നൽകി. എന്തായാലും കൂട്ടുകാരെ കൊണ്ട് മരുമകനുമായിട്ട് ഞാൻ പിന്നീട് സംസാരിപ്പിച്ചില്ല, കാര്യം രണ്ടുപേരും കൂടെ ഉടക്കിയാലോ. ഞാൻ അവളെ സമാധാനപ്പെടുത്തി. ഞങ്ങൾ ചെന്ന് ഞങ്ങളുടെ കൂട്ടുകാരെ കണ്ടു. അപ്പോൾ അവൾ പറഞ്ഞു, ഒരു ആയുർവേദ മരുന്നുണ്ട്, അത് തേച്ചാൽ മതിയെന്ന്. അങ്ങനെ ആ ഓയിൻമെൻറ്റ് വാങ്ങിക്കൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു. 2-3 ദിവസങ്ങൾക്കുള്ളിൽ അവളുടെ പ്രശ്നങ്ങളൊക്കെ ഭേദമായി. എന്തായാലും ഭർത്താവ് 2 ആഴ്ചയോളം അവളോട് മിണ്ടാതിരുന്നു, ഞങ്ങളോട് പറഞ്ഞതല്ലേ. പിന്നീട് രണ്ടുപേരും ഓക്കെ ആയി. ഈ വിഷയം ഇനി അവരുമായി സംസാരിക്കരുതെന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു. അവളും അടങ്ങി. ജീവിതമല്ലേ മാഡം, പല കാര്യങ്ങളും നടക്കും. ഇതൊക്കെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാം. മറ്റൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാതെ പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമാണെങ്കിൽ ഈ കാര്യമല്ല മറ്റൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ലെന്ന്. പക്ഷെ പുള്ളി പറഞ്ഞ് സാരമില്ല, സാവധാനം മതി, പറ്റുന്നിടത്തോളം മതി എന്നൊക്കെ പറഞ്ഞ് നല്ല വചനങ്ങൾ പറഞ്ഞ് എന്നെ ശരിയാക്കിയെടുത്തു. ഇപ്പോഴാണെങ്കിൽ വരുന്നത് ഞാൻ കാത്തിരിക്കും. ഈ പ്രായത്തിലാണെങ്കിലും ഞാൻ പറയും ഇങ്ങോട്ട് വരുന്നുണ്ടോയെന്ന്. അപ്പോൾ പുള്ളി ഒതുക്കും എന്തിനാണെന്ന്. ഞാനിപ്പോൾ പച്ച മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ പുള്ളി പറയും ഞാൻ ദേ ഓടി വരാം എൻ്റെ പൊന്നാരേന്നും. അങ്ങനെ ആയി ഞങ്ങളിപ്പോൾ. പിന്നീട് രണ്ടുപേരും നല്ല ടൈംസിലായിരുന്നു, ഭാര്യയും ഭർത്താവും. ഞങ്ങളെ കാണുമ്പോൾ അവനൊരു ചമ്മലുണ്ട്, അവൾക്കും. എന്തായാലും ഞങ്ങളതിനെപ്പറ്റി ചോദിക്കാനേ പോയില്ല. കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയായി വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് വിശേഷമുണ്ടായി. എൻ്റെ കൂട്ടുകാരിയും ഞാനുമൊക്കെ ഒത്തിരി സന്തോഷിച്ചു. അവളെ പോയി കാണുകയും ചെയ്തു. നേരത്തെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണോ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. വേണ്ട, ഭർത്താവിൻ്റെ കൂടെ കുറച്ച് നാൾ നിൽക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. പക്ഷേ 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ആ പെൺകുട്ടി പിന്നെയും വിളിച്ച് എന്നോട് പറഞ്ഞു, അമ്മ ഈ തവണ എന്നെ ചതിക്കരുത്. എന്താടി, ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ശരിയാന്ന് തോന്നുന്നില്ല. ഡോക്ടർ നല്ല റെസ്റ്റാണ് പറഞ്ഞത്, റെസ്റ്റ് എടുക്കാൻ ഇങ്ങനെ സമ്മതിക്കുന്നില്ല. ആഹാ, അവനിപ്പോൾ പിന്നെയും തുടങ്ങിയോ എന്ന് വെച്ച് കഴിയുമ്പോഴേക്കും അതങ്ങനെയാണ്, അങ്ങനൊരു സ്വഭാവമാണ് പുള്ളിക്ക്, എന്നെ വലിയ കാര്യമാണ്, അതുകൊണ്ടാണ്, സ്നേഹപ്രകടനങ്ങൾ കൊണ്ടാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഞാൻ അടുത്തുള്ളപ്പോൾ അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അമ്മ എൻ്റെ അമ്മയൊന്ന് കണ്ട് എന്നെ നേരത്തെ അവിടേക്ക് വിളിച്ചുകൊണ്ട് പോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. പക്ഷെ ഒരിക്കലും ഈ കാര്യമാണെന്നോ എൻ്റെ ഭർത്താവിൻ്റെ കാര്യമാണെന്നോ പറയരുത്, പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും പ്ലീസ്. ഷോ ഈ ചെക്കൻ എന്താ കന്നിമാസത്തിൽ ജനിച്ചതാണോ? ഞാനാണെങ്കിൽ ആദ്യമേ പറഞ്ഞു, എക്സ്റേ കണ്ണുകൊണ്ട് ഞാനങ്ങ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ചെക്കൻ ഭയങ്കര ഒരു നല്ലവനാണെന്ന് പറയുകയും ചെയ്തു. അത് എൻ്റെ കരുനാക്കാണെന്ന് തോന്നുന്നു, അതങ്ങ് ഫലിച്ചു. ചെക്കൻ ഞാൻ പറഞ്ഞതിനേക്കാൾ ഓവറാണല്ലോ. പക്ഷെ അവനെ കുറ്റം പറയാൻ പറ്റില്ല, ഭാര്യയോടുള്ള സ്നേഹമല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. ചില പെണ്ണുങ്ങൾക്ക് ചില കാര്യങ്ങൾ അബദ്ധമായിട്ട് ഭവിക്കും, ചിലർക്ക് ഇത് ഭാഗ്യമായിട്ടും തോന്നാം. എന്തായാലും അവനെ ഫോൺ വിളിച്ച് ഞാനൊന്ന് സംസാരിച്ചു. എടാ നിനക്കൊന്ന് അടങ്ങിയിരുന്ന് കൂടെ, ഈ സമയത്തെങ്കിലും ഡോക്ടർ പറഞ്ഞല്ലേന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, എന്തോ ഞാൻ വലിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, എനിക്കും അങ്ങനെയൊന്നും അങ്ങ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെന്നും. ഷോ വല്ലാത്തൊരു ചെക്കൻ തന്നെയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം പറ്റില്ല, ഇനിയിപ്പോൾ ഒരു 1.5 വർഷം കഴിയട്ടെ എന്ന്. അപ്പോഴേക്കും അവൻ പറഞ്ഞു, അയ്യോ അത് പറ്റില്ല, അങ്ങനെയാണെങ്കിൽ അമ്മ എന്നെ ഉപദേശിക്കണ്ട, അമ്മ ഇങ്ങോട്ട് വരാമെന്നും. ഞാൻ ചോദിച്ചു നീ എന്താ ഉദ്ദേശിച്ചെന്ന്. അല്ല അമ്മ ഇത്രയും ഉപദേശിക്കല്ലേ, അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് അറിയാമല്ലോ. എനിക്ക് എൻ്റെ കാര്യങ്ങളൊന്നും പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് എന്നെ ഉപദേശിക്കുന്ന അമ്മ തന്നെ രംഗത്തിറങ്ങി ഒരു ചുവട് വെക്കേണ്ടി വരും. ചിലപ്പോൾ ശരി, അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഞാൻ അമ്മയെ രാത്രി വിളിക്കും. രാത്രി വിളിക്കുമ്പോൾ അമ്മ എനിക്ക് ഒരു ബാക്ക് സപ്പോർട്ടായി നിൽക്കണം, ഒരു അരമണിക്കൂറെന്നും. ഞാൻ ചോദിച്ചു നീ എന്താ പറഞ്ഞതെന്നും. അതൊക്കെ അമ്മയ്ക്കറിയാം, അതൊക്കെ അമ്മയ്ക്കറിയാം. ഇത്രയും ഉപദേശങ്ങൾ തരുന്നതല്ലേ. ഞാനിനി അവളെ വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയെ രാത്രി വിളിച്ചോളാം, അമ്മയപ്പം എൻ്റെ കൂടെ നിന്നാൽ മതി പറഞ്ഞു. ഞാൻ ആദ്യം ഓരോ വഴക്കൊക്കെ പറഞ്ഞെങ്കിലും അത് കൂടിയേ പറ്റൂ. അമ്മ എനിക്ക് ഉപദേശം തന്ന് എന്നെ നിയന്ത്രിക്കുകയാണ്. അപ്പം എൻ്റെ കൂട്ടത്തിൽ അമ്മ കാണണമെന്നൊക്കെ പറഞ്ഞു. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. അവളെ വീട്ടിലേക്ക് മാറ്റി കഴിഞ്ഞതിൽ പിന്നെ എന്നെ ചെക്കൻ എന്നെ വിളിക്കും, ഓരോ കാര്യങ്ങൾ ചോദിക്കും. ഞാൻ പറഞ്ഞു എന്നോട് ഇങ്ങനെ ചോദിക്കരുത്, ഞാൻ നിൻ്റെ അമ്മായിമ്മയോട് പറയുമെന്നും. അപ്പോൾ പറഞ്ഞു അമ്മായിമ്മയോട് പറഞ്ഞാലും ആരോട് പറഞ്ഞാലും എനിക്കൊന്നുമില്ല, അമ്മ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ എന്നെ ഉപദേശിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചൊക്കെ എനിക്കും അറിയണം കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നോടവൻ നിരന്തരം വഴക്കുണ്ടാക്കുന്ന
പോലെയായി. പതിയെ അവൻ്റെ പല കാര്യങ്ങളും ഞാൻ ഉത്തരം കൊടുത്ത് അവനോട് മനഃപൂർവ്വം ഒരു മനച്ചേർച്ച എനിക്കുണ്ടായി മാഡം. അങ്ങനെയായപ്പോൾ അവനോട് പറഞ്ഞു, ഇനിയിപ്പം അവൾ വീട്ടിൽ റെസ്റ്റ് ചെയ്യട്ടെ, ഞാൻ അങ്ങോട്ടേക്ക് വരാം, അമ്മ എവിടെ, മിക്കവാറും ഫ്രീ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, റിസ്ക് ആണെന്ന്. അപ്പോൾ പറഞ്ഞു റിസ്ക് ഒന്നും പ്രശ്നമല്ല, അമ്മയ്ക്കുള്ളിൻ്റെ ഉള്ളിൽ നല്ലൊരു ഇൻട്രസ്റ്റ് ഒളിഞ്ഞുകിടപ്പുണ്ട്, പ്ലീസ് എന്നൊക്കെ പറഞ്ഞു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കൻ എന്നെ എരികേറ്റി ഞാൻ അങ്ങ് സമ്മതിച്ചു മാഡം. വീട്ടിൽ വരാൻ ഞാൻ സമ്മതിച്ചു. രാത്രി 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴാണ് അവൻ വരുന്നത്. എൻ്റെ വീടിൻ്റെ പുറകുവശത്ത് വീടുകളൊന്നുമില്ല. അപ്പോൾ എനിക്കെന്തോ അവിടം എൻ്റെ സ്വർഗപ്പൂന്തോപ്പായി തോന്നി. അവന് വേണ്ടി ഞാൻ കാത്തിരുന്നു. ആദ്യ ദിവസം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് തോന്നി ശരിക്കും ആ പെൺകുട്ടി കംപ്ലൈൻറ്റ് ചെയ്തത് ശരിയല്ല. അവനൊരു കലാകാരനാണ്. അവനെ എന്തിനാണ് ഇവൾ വേണ്ടാന്ന് വെക്കുന്നത്? ഞാനാണെങ്കിൽ അവളുടെ അവസ്ഥയിലാണെങ്കിലും വാ മോനെ വാ, വേ രാജാവേ, 1 വെച്ചാൽ 10, 10 വെച്ചാൽ 100 പറഞ്ഞു പോകും. അങ്ങനെ എൻ്റെ മനസ്സ് പറഞ്ഞു. ശരിക്കും ആ ചെക്കനെ ഉപേക്ഷിക്കാൻ എനിക്ക് ഒരിക്കലും കഴിയാത്ത അവസ്ഥയിലേക്ക് വന്നു. അവനാണെങ്കിൽ എന്നോട് നല്ല സ്നേഹവും. അവൻ്റെ ഭാര്യ അവിടെ വിശ്രമം. എനിക്കാണെങ്കിൽ എൻ്റെ ഭർത്താവ് വരുന്ന 1-2 ദിവസങ്ങളിൽ വിശ്രമങ്ങളില്ല. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒട്ടുമേ വിശ്രമമില്ല. വിശ്രമമില്ലാത്ത രാത്രി എന്ന് കേട്ടിട്ടുണ്ട് മാഡം. അങ്ങനെ എൻ്റെ ജീവിതം വളരെ പുഷ്പിച്ച് മുന്നോട്ട് പോയി. ഇനിയിപ്പം എന്താ പ്രശ്നമെന്ന് മാഡം ചോദിക്കുകയാണെങ്കിൽ, പ്രശ്നമുണ്ടായത് 2-3 ആഴ്ചയ്ക്ക് മുൻപാണ്. കാര്യം അവൻ വന്ന് എൻ്റെ വീട്ടിൽ പ്രശ്നമുണ്ടായതല്ല, അവൻ്റെ വീട്ടിൽ തന്നെയാണ്. അവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ കൂട്ടുകാരിയില്ലേ, അതായത് ഇവൻ്റെ അമ്മായിയമ്മ, അവളും അവനും തമ്മിലും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അത് ആ പെൺകുട്ടി കണ്ടുപിടിച്ചു. ഗർഭിണിയായി തന്നെ ഭാര്യയെ കാണാൻ വരുമ്പോൾ അവൻ വേറൊരു മുറിയിലാണ് കിടക്കാറുള്ളത്. എന്തോ ഒരു രാത്രി സംശയം തോന്നി ആ പെൺകുട്ടി ഇറങ്ങി വന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് അമ്മയും മരുമകനും തമ്മിലുള്ള രാത്രികാല വട്ടമേശ സമ്മേളനം കണ്ടത്. അവൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ പകർത്തുകയും ചെയ്തു. ചെറിയ പ്രായമല്ലേ, അവൾക്കത് സഹിക്കാൻ പറ്റിയില്ല. അത് എനിക്കടക്കം അവൾ അയച്ചു തന്നു. രാത്രി തന്നെ അവൾ ബഹളമുണ്ടാക്കി, എല്ലാവരെയും വിളിച്ചു വരുത്തി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിവാഹമോചനത്തിനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എൻ്റെ കൂട്ടുകാരി എന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ആദ്യമേ ഞെട്ടി, കാര്യം അവൾ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. മരുമകൻ നല്ല മോനാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യ പ്രശ്നം കഴിഞ്ഞ പിന്നെ അവൻ എൻ്റെ നല്ല സ്വന്തം മോനായി എന്നാണ് പറഞ്ഞത്. ഇത്തരമൊരു കാര്യം അവിടെ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അല്ലെങ്കിലും താല്പര്യമുള്ള വ്യക്തികൾ ഒരാളിൽ ഒതുങ്ങി നിൽപ്പില്ലല്ലോ. എനിക്കും ഇതേപോലെ ഉണ്ടായി, അവൾക്കുമുണ്ടായി. ഇനി എത്ര പെണ്ണുങ്ങൾ ആ വലയത്തിലുണ്ടാകും. എന്നാലും എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ അമ്മായിമ്മയും മരുമകനും കൂടി ഇവിടുന്ന് മാറി നിൽക്കുകയാണ്. അവനിപ്പോൾ ആ പെൺകുട്ടിയെ വേണ്ട, അമ്മായിമ്മയെ മാത്രം മതി എന്നുള്ള അവസ്ഥയിലാണ്. സത്യം പറഞ്ഞാൽ ഇതിനിടയിൽപ്പെട്ട് കിളിപ്പോയത് ഞാനാണ് മാഡം എന്നാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ കൂടിയും ആവർത്തിച്ച് പറയേണ്ടി വരും. കാര്യം ഒരു പാർട്ട്ണറുള്ള ആളാണ്. അപ്പോൾ ഭാര്യ ഭർത്താവും അവർ പിന്നെ വേറൊരു സ്ത്രീയോട് പറയാൻ എനിക്ക് പ്രേമമാണ്, ഇഷ്ടമാണ്, അങ്ങനെയാണെന്ന് പറയുമ്പോഴേക്കും അതിൽ എത്രയ്ക്കും ആത്മാർത്ഥത കാണും. ഒരിക്കലും അത് എല്ലാം ഫേക്കായിരിക്കും. അവനവൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ്. ഇപ്പോൾ അമ്മായിമ്മയും മരുമേനും കൂടെ ഇങ്ങനെ ഓടിപ്പോയി, അതും എത്ര നാൾ നിലനിൽക്കും? ഇത്രയും കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ബന്ധങ്ങളിൽ എന്തെല്ലാം നടക്കും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോയി തല വെക്കരുതെന്ന്.